ലവ്ലി എന്ന മലയാള സിനിമ കാണാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയുള്ള സെൻട്രൽ ടോക്കീസിൽ വന്നിരിക്കുകയാണ് ഞാൻ. ഇത് ഓൾഡ് സെൻട്രൽ ടോക്കീസാണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഇവിടുത്തെ ലേസർ പ്രൊജക്ഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്ത പുതിയ സ്ക്രീനിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ലവ്ലി സിനിമ കണ്ടു 3Dയിൽ, അതും ഇവിടെ സെൻട്രൽ ടോക്കീസ് തൃപ്പൂണിത്തുറയുള്ള സ്ക്രീൻ 2-ലാണ് കണ്ടത്. സ്ക്രീൻ 2 സ്ക്രീൻ 1 പോലെ തന്നെ ലേസർ പ്രൊജക്ഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2K ലേസറാണ്. 3D മോഡുലേറ്റർ ഏതാ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. പ്രൊജക്ഷൻ ക്രിസ്റ്റി 2K ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അത് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കലി പടം നല്ല ബ്രില്യൻ്റാണ്. ടു ഗുഡ് എനിക്ക് പറയേണ്ടി വരും ടെക്നിക്കലി. കാരണം ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി, ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്ന ആഷിഖബുമാണ്. ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കളേഴ്സ് ഉണ്ട് പടത്തിന്. എഡിറ്റിംഗ് അത്യാവശ്യം ഡീസൻറ്റ് തന്നെയാണ്. ഈവൻ VFX പരിപാടികളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. വിത്തിൻ ദ ബഡ്ജറ്റ്. ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. കുറവ് ബഡ്ജറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു കാര്യം ടെക്നിക്കലി പടം ടു ഗുഡ് എന്ന് തന്നെ ഞാൻ പറയും. ഈച്ച എന്നുള്ള സിനിമ എനിക്ക് രാജമൗലിയുടെ തന്നെ ഏറ്റവും ഫേവററ്റ് സിനിമയാണ്. പക്ഷേ ആ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഇമോഷണലി നമ്മളായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും, ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി ഹുക്ക് ചെയ്യും എന്നുള്ളതാണ്. അത്രയും ലവബിളായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈച്ചയിൽ. നമുക്ക് ആ ഒരു നാനിയുടെ വോയിസ് ഓവറിൽ വരുന്ന ക്യാരക്ടർ, ഈവൻ സമാന്തയൊക്കെ ആണെങ്കിൽ തന്നെ. പിന്നെ ആ സിനിമയുടെ ഏറ്റവും വലിയ താരം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കിച്ച സുദീപ വില്ലൻ റോളിൽ വന്നതാണ്. അത്ര കിടിലെന്ന് പറഞ്ഞാൽ അതൊരു കിടിലൻ, വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും നമ്മളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തൊരു പടവും കൂടിയായിരുന്നു അത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ടെക്നിക്കലി ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടും സൗണ്ട് ഡിസൈൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആരാണ് ചെയ്തേക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഗംഭീരമായിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്രയും സൂപ്പർ. ആരാണ് അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കണമെന്നുള്ള സൗണ്ട് ഡിസൈൻ നിക്സൺ ജോർജ് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർ കൃപേഷ് അയ്യപ്പൻകുട്ടി. പിന്നെ അതുപോലെ തന്നെ DOP ആഷിഖബു, ഞാൻ നേരത്തെ പറഞ്ഞു. മ്യൂസിക് വിഷ്ണു വിജയ് ബിജിപാൽ, രണ്ടുപേരാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പാട്ടുകളൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനും. ഒരു പ്ലസ് പോയിൻ്റ് ഈ സിനിമയിലെന്ന് പറഞ്ഞാൽ, എപ്പോഴൊക്കെ ആ ഈച്ചയുടെ ക്യാരക്ടർ വരുന്നോ, ലവ്ലി എന്നുള്ള ക്യാരക്ടർ വരുന്നോ, വോയിസ്ഡ് ബൈ ശിവാംഗി കൃഷ്ണകുമാർ, നമ്മുടെ മലയാളിയായിട്ടുള്ള ഹാഫ് മലയാളി എന്ന് വേണമെങ്കിൽ പറയാം. ആൾ കുക്ക് വിത്ത് കോമാളിയിലൊക്കെ ഉണ്ടായിരുന്ന സെലിബ്രിറ്റിയാണ്. പുള്ളിക്കാരിയുടെ വോയിസ് ഓവർ ചില സ്ഥലങ്ങളിൽ അടിപൊളിയായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ എനിക്ക് കുറച്ച് ക്രിഞ്ച് ഫീലിംഗ് തോന്നിയായിരുന്നു ചില സ്ഥലങ്ങളിൽ. പക്ഷേ പിള്ളേർക്ക് ഈ സിനിമ വളരെയധികം കണക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം ഞാൻ പറയാം. ഈ സിനിമയിൽ ഇമോഷണൽ സൈഡായിട്ട് എനിക്ക് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് ഇതിനകത്തുള്ള ഒരൊറ്റൊരു പ്രോബ്ലം ഈ സിനിമയിൽ എനിക്ക് തോന്നിയത്. കാരണം ഇമോഷണലി കണക്റ്റ് ആയാലേ നമുക്ക് ഇതിനകത്ത് ഒരു സമ്പൂർണ്ണത അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടുള്ളെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ തോന്നിയൊരു പ്രോബ്ലം ഈ സിനിമയുടെ അതാണ്. ആ ഇമോഷണൽ കണക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇത് ഒരിക്കലും ഒരു മോശം സിനിമയാണെന്നോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് പടമെന്ന് ഞാൻ പറയില്ല. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് സോ ഡാം ഗുഡ്. എനിക്ക് 3D എപ്പോഴൊക്കെ ഈ ഈച്ച ക്യാരക്ടർ ലവ്ലി വരുന്നു അപ്പോഴൊക്കെ കിടിലനായിരുന്നു. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ, അത്യുഗ്രന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ദിലീഷ് കരുണാകരൻ ആണ്. അപ്പോൾ എനിക്ക് തോന്നിയാൽ റൈറ്റിങ്ങിലാണ് ഇത് കുറച്ചും കൂടി, അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഡയറക്ഷൻ വൈസ് ടെക്നിക്കൽ സൈഡ്, അല്ലെങ്കിൽ ആ ഒരു ഇവർ ഈച്ചയുടെ സീക്വൻസസ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ ആ ഇമോഷണൽ കണക്റ്റിൻ്റെ ഒരു കുറവ് എനിക്ക് പലപ്പോഴും ഫീലായി. പിന്നെ അതുപോലെ ഇതിനകത്ത് ബാബുരാജ് ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് മുരളി അല്ല, മച്ചാൻ്റെ പേര് ഞാൻ എപ്പോഴും തെറ്റി. പ്രശാന്ത് മുരളി കിടിലൻ അഭിനയം. ബാബുരാജിന് വലിയ കാര്യമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ചെയ്തിരിക്കുന്നത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ജോമൻ ജോദർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ജോമൻ ജോദറിനെ ഇതിനകത്ത്. ശ്രീജിത്ത് രവി എന്തിനാണ് പുള്ളിയെ കാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പേഴ്സണലി ഐ ആം എഗെയിൻസ്റ്റ് ഇറ്റ്. പിന്നെ മാത്യു തോമസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ കൊടുത്ത റോള് മാത്യു നീതി പുലർത്തിയിരുന്നെന്ന് എനിക്ക് തോന്നി. നന്നായിട്ട് തന്നെ മാത്യു അഭിനയിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ എടുത്തു പറയാം. ഇതിനകത്ത് മനോജ് KJൻ്റെ കഥാപാത്രമുണ്ട്. ആദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ലാസ്റ്റ് പുള്ളിയുടെ ഒരു 5 മിനിറ്റ് ഉണ്ട്. ആ 5 മിനിറ്റ് മനോജ് KJ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വതി മനോഹരൻ, നമ്മുടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അത് കഴിഞ്ഞ് വേറെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കേരള ക്രൈം ഫെൻസിൽ റോൾ ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്കാരി ഇതിനകത്തുണ്ട്. ഈ പ്രശാന്ത് മുരളിയും ഈ അശ്വതി മനോഹരൻ്റെ ഒരു കോംബോ ഉണ്ട്. അത് ആണ് ഈ സിനിമയിൽ എനിക്കൊരു വില്ലനായിട്ട് തോന്നിയത്. കാരണം ആ പ്രമൈസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച്
മുതിർന്നവർക്ക് പറ്റിയ അല്ലെങ്കിൽ അഡൾട്ട് കണ്ടൻറ്റ് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സിനിമ അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു പിള്ളേരുടെ സിനിമയൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി എന്നെനിക്ക് തോന്നി ആ ഒരു സംഭവം കാരണം ഇതിൻ്റെ പ്രിമൈസ് ഭയങ്കര 18+ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രിമൈസ് ഇങ്ങനെ ആയതുകൊണ്ട് ഇതിനെ ഒരു പിള്ളേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ 2-3 കാര്യങ്ങളുണ്ട്. ആ 2-3 കാര്യങ്ങൾ മനോജ് കേജൻ പറയുന്നത് ഓക്കെ അബൌട്ട് സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോണ്ടം അല്ലെങ്കിൽ നമ്മുടെ സാനിറ്ററി നാപ്കിൻസിനെ പറ്റിയുള്ള പോയിന്റ് ഐ ഗെറ്റ് ഇറ്റ്. പക്ഷേ ഇതിനകത്ത് അതിന് മുകളിൽ ഇവരുടെ ഈ ഒരു പ്രമൈസ്, അതായത് പ്രശാന്ത് മുരളി ഈ അശ്വതി മനോഹരൻ്റെ ഒരു പ്രമൈസ് എന്ന് പറഞ്ഞാൽ അത് ചീറ്റിങ്ങിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു സംഭവം. അതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല പേഴ്സണലി. അതുകൊണ്ട് തന്നെ അതിനെ ചീറ്റിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം എനിക്ക് തോന്നി. അതാണ് എനിക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത് ഈ സിനിമയിൽ, മറ്റൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ അരുൺ പ്രദീപ് നമ്മുടെ യൂട്യൂബിലൊക്കെയുള്ള മച്ചാൻ, പുള്ളി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആഷ്ലിൻ, ആഷ്ലിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നമ്മുടെ എക്സിറ്റ് സിനിമയിലെ ആഷ്ലിൻ നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. ആഷ്ലിൻ ഇതിന് മുന്നേ വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതും വളരെ ഫേമസ് ആയാലും പടമായിരുന്നു. പെട്ടെന്ന് എനിക്കത് ഏത് പടം എന്നുള്ള കിട്ടുന്നില്ല. പക്ഷേ ആഷ്ലിൻ മച്ചാനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തന്നെ ഈ സിനിമ കണ്ടപ്പോൾ. നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എക്സിറ്റിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ച മച്ചാനാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂക്കാലത്തിലൊക്കെ അഭിനയിച്ചുള്ള മച്ചാനത് കളറൊക്കെ അടിച്ച് ഒരു റോളുണ്ട്. അവനും ഇപ്പോൾ ഏത് സിനിമയിൽ അഭിനയിച്ചാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസ് ആണ്. ആളെ പടക്കളത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു 3 കൊല്ലം മുന്നേ എന്തോ എടുത്താണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വർക്ക് നല്ല ടൈം എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് ലേറ്റ് ആയെന്ന് തോന്നുന്നു. എന്തായാലും ഇത് എന്നെ സംബന്ധിച്ചിട്ട് ഇറ്റ് വാസ് എ ഡീസൻറ്റ് വാച്ച്, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇറ്റ് വാസ് എ ഡീസൻറ്റ് വാച്ച് ബട്ട് ടെക്നിക്കലി ടു ഗുഡ്. എന്തായാലും ഈ സിനിമയ്ക്ക് ഒരു സീക്വലിൻ്റെ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ സീക്വൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 3Dയുടെ വർക്ക് ചെയ്തിരുന്നവർക്ക് വലിയൊരു കൈയടി, കാരണം അത്ര ഉഗ്രനായിട്ട് 3D ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും സ്പെഷ്യലി സിനിമ തുടങ്ങുമ്പോഴുള്ള 3D ടൈറ്റിൽ കാർഡ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈവൻ എഴുതി കാണിച്ചൊരു കാര്യമുണ്ട്, വാർണിംഗ് എന്നും പറഞ്ഞ ഒരു കാര്യം എഴുതി കാണിച്ചു, യു ആർ എൻട്രിങ് സംബഡീസ് എൽസസ് ഡ്രീം എന്നും പറഞ്ഞിട്ട്. പിന്നെ ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി ഞാൻ സംസാരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിമൈസാണ് ഞാൻ പറഞ്ഞില്ലേ, പ്രിമൈസ് അഡൾട്ട് പ്രിമൈസാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഇറക്കിയപ്പോഴേക്കും ആ അഡൾട്ട് പ്രിമൈസ് എടുക്കുന്നതിന് പകരം കുട്ടികൾക്കും കൂടി പറ്റിയ ഒരു പ്രിമൈസ് എടുത്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് പറയാൻ തോന്നുകയാണ് ഇതിൻ്റെ മേക്കേഴ്സിനോട്. കാരണം അപ്പോൾ പൂർണ്ണമായിട്ടും ഇതൊരു കിഡ്സിനും കൂടി കാണാൻ പറ്റിയ, ഞാൻ കിഡ്സ് മൂവി എന്ന് പറയില്ല, കിഡ്സിനും കൂടി കാണാൻ പറ്റിയ ഒരു മൂവിയായിട്ട് നമുക്ക് പറഞ്ഞാനേ, അല്ലെങ്കിൽ എനിക്കങ്ങനെ പറയാൻ പറ്റിയാനേ എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കിഡ്സിൻ്റെ കൂടെ അക്കമ്പനി ചെയ്ത് പോകുന്ന അഡൾട്ട്സിനും ഈ സിനിമ ഒരു പരിധി വരെ വർക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വർക്കാവാൻ ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇമോഷണൽ കണക്റ്റാണ്. ആ ഇമോഷണൽ കണക്റ്റ് എനിക്ക് പാതിയെ കിട്ടിയില്ല എന്നുള്ള ഒരു ഫീലാണ്. തീരെ കിട്ടിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, പാതിയെ കിട്ടിയില്ല എന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ നമ്മുടെ മറ്റേ ഇതിലുള്ള മച്ചാനില്ലേ, നമ്മുടെ ആമേനില്ല നമ്മുടെ തീട്ടം കൊണ്ടേ കൊടുക്കണം, ആ മറ്റേ കീടം റോൾ ചെയ്യുന്ന മച്ചാൻ ഇതിനകത്തൊരു കീടം ടൈപ്പ് റോൾ ചെയ്തിട്ടുണ്ട്. ഒരു കള്ളൂടിയൻ ആശാൻ്റെ റോള് പുള്ളി നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് പുള്ളിക്ക് കിട്ടുന്ന റോള് ഇങ്ങനത്തെ റോളുകളൊക്കെയാണ്. പക്ഷേ പുള്ളി ആ റോളിൽ ഗംഭീരമാണ്. ഒരു ചൊറിയൻ കഥാപാത്രം അല്ലെങ്കിൽ ഒരു കീടം ടൈപ്പ് കഥാപാത്രം പുള്ളി സൂപ്പറായിട്ട് ചെയ്യും. പുള്ളി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പേരെനിക്ക് കിട്ടുന്നില്ല, ആർക്കും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആഷിഖുബുയുടെ OPM ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും. ആഷിഖുബു തന്നെ ക്യാമറ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള ആഷിഖുബു മാൻ വാട്ട് എ ഗ്രേറ്റ് ക്യാമറ വർക്ക് ബ്രോ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈവൻ റൈഫിൾ ക്ലബിലും നിങ്ങൾ തന്നെയാണ് ക്യാമറ ചെയ്തിരുന്നത്. യു ആർ എ ഗ്രേറ്റ് സിനിമാറ്റോഗ്രാഫർ, അതെനിക്ക് പറയാം. ഈ 2 സിനിമ കണ്ടിട്ട് തന്നെ ഞാൻ പറയാം, വെരി ഗുഡ് വർക്ക്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്തൊരു ഒരു സീനുണ്ട്. ആ സീൻ ഇങ്ങനെ, അതായത് ഒരു ഡ്രീം സീക്വൻസാണ്. ഇതിനകത്ത് മാത്യുയുടെ ക്യാരക്ടർ വന്നിങ്ങനെ നിന്നിട്ട് വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയ നമ്മുടെ ലവ്ലിയുടെ ക്യാരക്ടർ ഇങ്ങനെ വിങ്സ് ഫ്ലട്ടർ ചെയ്ത് പറന്നു പോണത്. ഞാൻ മോനെ അത് എന്ത് രസമായിരുന്നു, അത് കാണാൻ ഭയങ്കര രസം. ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ വിഷ്വലി സൂപ്പർബാണ്. സൗണ്ട് ഡിസൈനിങ് കിടുവാണ്. ഞാൻ കണ്ടത് അറ്റ്മോസ് സ്ക്രീനിലല്ല. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്ക്രീൻ 1 4K പ്രൊജക്ഷൻ വിത്ത് അറ്റ്മോസിൽ കാണേണ്ടിയിരുന്ന ഒരു സിനിമയെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ അവിടെ അൺഫോർച്ചുനേറ്റ്ലി തുടരുമാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഒരു ഷോ എങ്കിലും ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ കണ്ടാനേ.
പിന്നെ വനിതയിൽ രാവിലെ കാസ്റ്റ് ആങ്കറും എടുത്തുകൊണ്ട് പോയി, അതുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കിത് ഒരു സിനിമ കൂടെ ഉണ്ട്, സംശയം. പക്ഷേ ഷോ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഇല്ലാതില്ല, കാരണം അധികം പേര് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദയവ് ഇത് എന്നൊന്ന് കാണിക്കണം എന്ന്. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ, ഇനി ഇവിടെ തന്നെ പടം കണ്ടിട്ട് പോകാമെന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ സംശയത്തിൻ്റെ കാര്യം സംശയമാണ്, നോക്കട്ടെ. ഇവിടെ കാണാൻ പറ്റിയാൽ ഞാൻ എന്തായാലും അഭിപ്രായം ഇടാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് വനിതയിൽ എവിടെയെങ്കിലും വന്നിട്ട് പടം കണ്ടിട്ട് അഭിപ്രായം ഇടേണ്ടി വരും. എന്തായാലും ലവ്ലി എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഡീസൻറ്റ് വാച്ച്, ബട്ട് കുഡിൻ കണക്ട് വിത്ത് മീ ഇമോഷണലി. ബട്ട് ഗ്രേറ്റ് ടെക്നിക്കൽ ആസ്പെക്ട്സ്, കിഡിലൻ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ളൊരു കിഡിലൻ ടെക്നിക്കലി അടിപൊളി എന്ന് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു 3D ചിത്രം. നിങ്ങളുടെ വീട്ടിൽ കിഡ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി മസ്റ്റായിട്ട് കാണിക്കണമെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പ്രിമൈസ് ഒരു ചെറിയ പ്രശ്നമാണ്. എന്തായാലും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഉള്ളവരെയൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കുക എന്ന് ഞാൻ പ്രത്യേകം പറയും. കാരണം 3D മിസ് ചെയ്യരുത് ഈ പടത്തിൻ്റെ. 3D അടിപൊളിയാണ്, എനിക്കങ്ങനെ തോന്നി. സൗണ്ട് ഡിസൈനും അടിപൊളി. വനിതയെ കാണാൻ പറ്റിയാൽ വനിതയെ കാണാം. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട്, ഈ വീഡിയോ കാണുന്ന ടൈമിൽ അവർ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാമെന്ന് പറയാൻ ശ്രമിക്കാം. സ്ക്രീൻ 1 ഒരു ഷോ ഇടണമെന്ന്. കാരണം സ്ക്രീൻ 1 4K വിത്ത് അറ്റ്മോസാണ്. നല്ല എക്സ്പീരിയൻസാണ് എനിക്ക് ഇവിടെ മമ്മൂക്കയുടെ നമ്മുടെ ബസൂക്ക കാണാൻ വന്നപ്പോൾ ഉണ്ടായത്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ പെൻഡിങ് ആണ്, അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഈ തിയേറ്ററിനെ പറ്റിയുള്ളത്. അതിന് വൈകാതെ വരും ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും വേറെയും സിനിമകൾ കാണുന്നുണ്ട്. നാളെ മിഷൻ ഇമ്പോസിബിൾ ഞാൻ വനിതയിലാണ് രാവിലെ 9 മണിക്കത്തെ ഷോ കാണുന്നത്. അപ്പോൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമായിട്ട് ഇട്ടേക്കാം. ഇന്ന് കാണുന്ന മറ്റുള്ള സിനിമകളുടെ അഭിപ്രായം ഇട്ടേക്കാം. പിന്നെ ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഐശ്വര്യലക്ഷ്മി അഭിനയിച്ച് സൂര്യയൊക്കെ ആയിട്ട് ഉള്ള ഒരു സിനിമ. അപ്പോൾ അതും കാണാൻ ശ്രമിക്കാം. മാമൻ കണ്ടു പറഞ്ഞ സിനിമയുടെ പേര്, അത് കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഇട്ടേക്കാം. ശരി, ടാറ്റ.